നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല ആന്റി. നിന്നെ വന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ CKC സാറിന്റെ വീട്ടിലേക്ക് ഞാൻ വന്ന് കയറിയ അവരെന്ത് വിചാരിക്കും? അതുകൊണ്ടാ മോനെ ഞാൻ വരാതിരുന്നത്. അതൊന്നും സാരമൊന്നുമില്ല. എന്നാലും ആ ഗൗതമിന്റെ നിധിയുടെയും കാര്യം ഓർക്കുമ്പോ എന്റെ പെരി വിരലിന്ന് പെരുത്ത് കേറുക. കൂടപ്പിറപ്പല്ലെന്നത് പോട്ടെ, ഒന്നുമില്ലേലും ഈ പ്രായം വരെ ഒരു വീട്ടില് കഴിഞ്ഞതല്ലേ. എന്നിട്ടും ഇത്രയും വലിയൊരു ക്രൂരത കാണിക്കാൻ അവർക്കെങ്ങനെ മനസ്സ് വന്നു? ആന്റി പ്ലീസ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു പോസിറ്റീവ് മൂഡാണിപ്പോ. ആ വൃത്തികെട്ടവരുടെ കാര്യം പറഞ്ഞ് വെറുതെ ഞങ്ങളുടെ സന്തോഷം കളയല്ലേ. അമ്മ കാണണമെന്ന് പറഞ്ഞ കാര്യം പറ, ഞങ്ങൾക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. സത്യത്തില് നിങ്ങളെ കണ്ടൊരു കാര്യം സംസാരിക്കണോന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത് നിന്റെ അച്ഛനാ. എന്താ അച്ഛൻ പറഞ്ഞു കേട്ടോ? എന്തിന്? അത് പിന്നെ സ്വത്തിന്റെയും ബിസിനസിന്റെയും ഒക്കെ അവകാശം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗൗതമിന്റെ പേരില് ഒരു കേസ് കൊടുക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? ആ കേസുമായി മുന്നോട്ട് പോകരുതെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്. നിന്റെ അച്ഛൻ അത് വെറും വാക്കായിട്ട് പറഞ്ഞതല്ല. അതിനെക്കുറിച്ച് ഗൗതമും നിധിയും നിന്റെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. സംസാരിച്ചത് വേറൊന്നുമല്ല, സ്വത്തിന് വേണ്ടി കോടതി കയറിയ അത് കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേന്നാ ചോദ്യം. പ്രണവ് തനിച്ച് തിരികെ ഈശ്വരമംഗലത്തേക്ക് ചെന്ന മുഴുവൻ സ്വത്തുക്കളും പ്രണവിന്റെ പേരിൽ എഴുതി തരാന്നാ അവര് നിന്റെ അച്ഛനോട് പറഞ്ഞത്. തൽക്കാലത്തേക്ക് ശിവാനിയെ വീട്ടിൽ നിർത്തേണ്ടി വരും. ശിവാനിയുടെ കാര്യം അവര് പതുക്കെ തീരുമാനിക്കും. എങ്ങനുണ്ട് പുതിയ തന്ത്രം? കൊള്ളാം, നല്ല ഐഡിയ. എങ്ങനെയെങ്കിലും എന്നെ വഴിയാധാരാക്കിയിട്ട് പ്രണവിനെ അങ്ങ് വീട്ടിലാക്കണം. അത് കഴിഞ്ഞ പഴയതുപോലെ പ്രണവിനെ അവരുടെ അടിമയാക്കി ഇടാലോ. ഇതിനുള്ള മറുപടി കൊടുത്തു വിടേണ്ടത് ഞാനല്ല, അച്ഛനോട് പറയേണ്ട കാര്യം പ്രണവ് തന്നെ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചേക്ക്. പ്രണവേ നോക്കാൻറ്റി, എന്നെ ഇവളെയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാ. ആ അപമാനം ഇന്നും എന്റെ നെഞ്ചിലൊരു മുറിവായിട്ട് നിപ്പുണ്ട്. അവരെന്ത് ധരിച്ചു വെച്ചിരിക്കുന്നേ? ഇവിടെ ഉപേക്ഷിച്ചിട്ട് ചെന്ന സ്വത്തെഴുതി തരാന്ന് പറഞ്ഞ ഉടനെ വീണ്ടും അങ്ങ് ചെന്ന് കയറി കൊടുക്കുന്നു. പിന്നെ പഞ്ചാര വാക്ക് പറഞ്ഞ എന്നെ മയക്കെടുത്ത് വീണ്ടും അവരെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാന്നോ? അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞേക്ക്. ഇപ്പൊ അങ്കിള് വഴി ഈ കോംപ്രമൈസിന്റെ തന്ത്രം ഇറക്കിയതേ എന്നോടുള്ള സ്നേഹം കൊണ്ടോ കുടുംബത്തിന്റെ നാണക്കേടോ ഭയന്നിട്ടല്ല, തോൽവി പേടിച്ചിട്ട് മാത്രമാ. പക്ഷേ ഇതങ്ങനെ അങ്ങ് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ. കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ഇത്രയും കാലം യാതൊരു അവകാശവും ഇല്ലാതെ ഈശ്വരമംഗലം അടക്കി ഭരിച്ചിരുന്ന ഗൗതമിനെയും അവന്റെ നിഴലായിട്ട് നിന്ന് അഹങ്കരിക്കുന്ന ആ നിധിയെയും ആ വീടിന്റെ പടിയിറക്കി വിട്ടിട്ടേ ഞാൻ അടങ്ങൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരാണല്ലാതായി. മതി പ്രണവേ, ഈ വീറും വാശി കൈവിട്ട് കളയാതിരുന്ന മാത്രം മതി. പ്രണവ് വിജയിക്കും. ഈശ്വരമംഗലത്തിന്റെ മുഴുവൻ സമ്പത്തും പ്രണവിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. ആന്റി ആന്റി എന്ന് പറഞ്ഞേക്ക്, ഇത്തരം സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഇനി എനിക്ക് ദൂതന്മാരെ അയക്കേണ്ടെന്ന്. എന്ത് ചെയ്യണം, എപ്പ ചെയ്യണോന്ന് ഇനി എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. എന്താ വേണ്ടേന്ന് വെച്ചാ അത് യുക്തിപൂർവം മോൻ തന്നെ ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈശ്വരമംഗലത്തേക്ക് തന്നെ തിരിച്ചു പോവും. പക്ഷേ അത് എന്റെ അമ്മയും ആ ഗൗതമും നിധിയും വെച്ച് നീട്ടുന്ന ഔദാര്യം കൈപ്പറ്റിക്കൊണ്ടായിരിക്കത്തില്ല. സർവ അധികാരങ്ങളോടുകൂടി ഈശ്വരമംഗലത്തിന്റെ അധിപനായിട്ട് തന്നെ ആയിരിക്കും ആ തിരിച്ചുപോക്ക്. ഒറ്റയ്ക്കല്ല, അന്ന് ഇവളും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. പ്രണവേ, ജ്യോതിന്റെ വിളിക്കുന്നുണ്ട്. ആന്റി എന്തായി പ്രണവേ, നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇതുവരെ? ആ ഇറങ്ങി ആന്റി, ഞങ്ങള് വക്കീൽ ഓഫീസിലോട്ട് വന്നോണ്ടിരിക്കുക. അല്ല, അത് പിന്നെ വഴിക്ക് വെച്ച് ശിവാനിയുടെ അമ്മയൊന്ന് കണ്ടു. ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? അത്യാവശ്യമൊന്നുമല്ല, കേട്ടപാടെ പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞു. അല്ല, രേണു ആന്റിയോടല്ല, ആന്റി ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളുകളോട്. എന്താ പ്രണവേ കാര്യം?
കേസിനും വഴക്കിനൊന്നും പോവാതെ ശിവാനിയെ ഉപേക്ഷിച്ച് ഞാൻ തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ സ്വത്തുക്കളും എഴുതി തരാന്ന് ഗൗതമിന്റെ ഒരു ഓഫർ. ഓഫർ വന്നത് ദൂതം വഴിയാ. നിധിയുടെ അമ്മാവൻ എന്ന് വെച്ചാ ശിവാനിയുടെ അച്ഛൻ. പുള്ളിയാണ് ഇടയ്ക്കിന്ന് കളിക്കുന്നത്. ആ കണ്ടോ ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. നിന്നെ അടുത്തേതോ കുരുക്കിക്കൊണ്ട് ചാടിക്കാനുള്ള വിദ്യ. ആന്റി അത് വിട്ടേക്ക്. ഞങ്ങള് ഇപ്പൊ തന്നെ വക്കീൽ ഓഫീസിലെത്തും. ഒരു 10 മിനിറ്റ് മതി. വക്കീല് ഫയല് നോക്കിക്കൊണ്ടിരിക്കാം. നിങ്ങൾ വന്നിട്ടേ ഞാൻ അകത്ത് കയറൂ. വേഗം വാ. ശരി ആന്റി, വെക്കട്ടെ. എന്താ മോനെ, വക്കീൽ ഓഫീസ് എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഞങ്ങള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു വക്കീലിനെ കാണാൻ വേണ്ടി പോവാ. ജ്യോതി ആന്റി വക്കീൽ ഓഫീസിൽ കാത്തു നിൽപ്പുണ്ട്. അതെ, വെറൂര് കാണലൊന്നും അല്ല, കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഗൗതമിന്റെ കയ്യിൽ നിന്നും എനിക്ക് ആവശ്യപ്പെട്ട സർവ്വ സ്വത്തുക്കളും എഴുതി വാങ്ങിക്കുകയും ചെയ്യും. എങ്കിൽ പിന്നെ സമയം കളയണ്ട മോനെ, നിങ്ങൾ വേഗം ചെല്ല്. അമ്മേ, ഞാൻ രാത്രി വിളിച്ചോളാം. പോട്ടെ. ആ ചെല്ലു മോളെ. ശരി. ശരി. ഇറങ്ങണല്ലേ?